ഹരി ഓം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം, നമസ്കാരം. ഇന്നലത്തെ പ്രഭാഷണത്തിൽ നിന്ന് ഒരു സംശയം ചോദ്യരൂപത്തിൽ വന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്നത് അത് സ്വാമിജി പറഞ്ഞു ഇങ്ങനെ പല കാര്യങ്ങളും, പക്ഷേ അതിൽ ഒന്നുകൂടെ അതിൻ്റെ ഗീതയിൽ നിന്ന് തന്നെ വിശദീകരിക്കാമോ? എങ്ങനെയാണ് ആചാര്യന്മാർ ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി, അതാണ് ആ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എടുത്തില്ല. അതെ, ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി, അതെങ്ങനെയാണ് ആചാര്യന്മാർ ഒരേ കാര്യത്തെ പല വിധത്തിൽ പറയുന്നത്? അത് ഗീതയിലൂടെ വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യം, വളരെ കൃത്യമായ ഒരു നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്ന ചോദ്യം. നല്ലത്. ഇവിടെ ഒരു ചെറിയ ഒരു ചെറിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പിറകിലേക്ക് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 18-ാം അധ്യായം റിവിഷനും കൂടിയാണ്. നമ്മൾ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ 18-ാം അധ്യായം എത്തിയപ്പോൾ ഗീത കഴിഞ്ഞു, ഇനി കോഴ്സ് കഴിഞ്ഞു എന്നുള്ള മട്ടാണ്. പക്ഷേ ഇതേപോലെയായിരുന്നു. പഴയതിലേക്ക് സ്വാമിജി ഓരോന്ന് ചോദിക്കും. അപ്പോഴാണ് എങ്ങനെയാണ് 18-ൽ ഗീത സംഗ്രഹിച്ചിരിക്കുന്നത്, പക്ഷേ അതേപോലെയല്ല മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് പല വിധത്തിൽ എങ്ങനെ പറയുന്നു. ഇപ്പം നമ്മളിവിടെ ഒരു ശ്ലോകം കണ്ടല്ലോ, എന്താണ്? സർവഭൂതേഷു, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, സർവഭൂതേഷു ഏനൈകം ഭാവമവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഈ പ്രപഞ്ചത്തെ വൈവിധ്യത്തോടുകൂടി, വൈവിധ്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. അതിൽ വിഭജനമില്ലാത്ത അവ്യയമായ ഏകം, വിഭക്തേഷു അവിഭക്തം. ഈ വൈവിധ്യങ്ങളായിട്ടുള്ളതിൽ ഒരു വൈവിധ്യത്തിനും ഇട നൽകാത്ത അവ്യയമായ അതിനെ എങ്ങനെ കാണുന്നു, ഏതിലൂടെ കാണുന്നു, അതിനെയാണ് ജ്ഞാനം എന്ന്, സാത്വിക ജ്ഞാനം എന്ന് പറഞ്ഞത്. അത് ക്ലിയറാണെന്ന് തോന്നുന്നുണ്ട്. അതിനെയാണ് നമ്മളിവിടെ എന്തു പറഞ്ഞത്? നാനാത്വത്തിൽ ഏകത്വം ഒന്ന്. അതുപോലെ പണ്ഡിതന്മാർ ഏകം സത്, സത്യം ഒന്നാണ്. വിപ്രാഹ, ജ്ഞാനികൾ ബഹുധാ വദന്തി, പല പ്രകാരത്തിൽ പറയുന്നു. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുന്ന കാലത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപനിഷത്തിലേതാണ്, വൈദികമാണ്, വേദമാണ്. അവിടെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള പല മതസമ്പ്രദായങ്ങളും നിലവിലുള്ളതല്ല. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ളതാണ്. എന്നാൽ പല അഭിപ്രായങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ആചാര്യന്മാരുടെ ഭേദത്തിനനുസരിച്ച് ഇത് പറയുന്നുണ്ട്. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും, പിന്നെ ഈ ഓരോ ഈശ്വര സങ്കല്പങ്ങളിലൂടെ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ദേവി, ശാക്തേയം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പിൽക്കാലത്തുണ്ടാകുന്നതാണ് അതൊക്കെ. എന്നാൽ വേദത്തിൽ തന്നെ ഉപനിഷത്തിൽ ഋഷിമാർ വ്യത്യസ്തമായി പറയുന്നു ഒരേ കാര്യത്തെ.
അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ആ കാലത്തെ ആ ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മളത് ആധുനിക കാലത്ത് പറയുമ്പോൾ അതിൻ്റെ വ്യക്തത ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും ഗീതയിൽ നിന്ന് എങ്ങനെയാണ് ആചാര്യന്മാർ, ഇപ്പം ഇവിടെ ഭഗവാൻ ഈ പറഞ്ഞത് സാങ്ക്യദർശനത്തെ, കപിലൻ്റെ ദർശനത്തെയാണ് പറഞ്ഞത്. എന്നാൽ കപിലൻ്റെ ദർശനമല്ലാത്തത് ഗീതയിൽ ഒരു സന്ദർഭത്തിലാണല്ലോ ഇതിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതല്ലാതെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഗീതയിൽ തന്നെ ഒരേ സത്യത്തെ പല ആശയങ്ങളിലൂടെ പല പ്രകാരത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? അതിനൊരു ഉദാഹരണം തരാമോ? നല്ലൊരു ഉദാഹരണം ഗീതയിൽ നിന്ന്. ഇതാണ് ചോദ്യം. ചോദ്യത്തെ ഏറ്റവും നല്ല ചോദ്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പറയാം. റിവിഷൻ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായത്തിൽ നമുക്ക് 16, 17, 18 ശ്ലോകങ്ങളെ ഒന്ന് അതിൻ്റെ ഒരു ആമുഖത്തിലേക്ക് വന്നാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അവിടെ എന്താ പറയണത്? 16-ാമത്തെ ശ്ലോകത്തിൽ കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഹ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. സാമാന്യ അർത്ഥം പറയാം. നിങ്ങൾ ആ 4-ാം അധ്യായത്തിൽ ഇതിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ഭാഗം നോക്കിയാൽ വിസ്തരിച്ചാണ് ഓരോ ശ്ലോകങ്ങളും പറഞ്ഞിട്ടുള്ളത്. എന്നാലും കിം കർമ്മ, കർമ്മ കിം, എന്താണ് കർമ്മം? കിം അകർമ്മ, കർമ്മമില്ലായ്മയാകുന്നത് എന്താണ്? കർമ്മം എന്താണ്? കർമ്മമില്ലായ്മ എന്താണ്? കിം കർമ്മ കിം അകർമ്മ. ഇതിൽ അത്ര ഈ വിഷയത്തിൽ കവയഃ അപി മോഹിതാഹ, കവികൾ പോലും മോഹിക്കപ്പെട്ടിട്ടുണ്ട്. തത്തേ കർമ്മ, അതിനാൽ ആ കർമ്മത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അഹം പ്രവക്ഷ്യാം, ഞാൻ പറഞ്ഞു തരാം. യത് ജ്ഞാത്വ, ഞാൻ പറയാൻ പോകുന്ന ഇത് യാതൊന്ന് കേട്ടിട്ട് അശുഭാത്, അശുഭങ്ങളിൽ നിന്ന് മോക്ഷ്യസേ, നീ മോചിതനാകും. ഇങ്ങനെ ഒരു ഇൻട്രോ ഭഗവാൻ പറഞ്ഞു. എവിടെയാണ് പറഞ്ഞത്? 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 16-ാമത്തെ ശ്ലോകം കൊണ്ട്. എന്നിട്ട് ഭഗവാൻ അവിടെ തുടങ്ങുന്നത് എന്താണ്? കർമ്മണോഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. വീണ്ടും കർമ്മണഃ ഹി ബോദ്ധവ്യം, കർമ്മത്തെ ബോധിക്കണം നന്നായി. വികർമ്മണഃ, വികർമ്മണം അവിടെ പറയുമ്പോൾ നിഷിദ്ധങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യരുത്, എവിടെ ചെയ്യരുത് എന്നൊരു ബോധ്യവുമില്ല. ധർമ്മശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പലരും കരുതുന്നത് ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഈ അധ്യാത്മ വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം ഈ സന്യാസിമാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ ഗൃഹസ്ഥരായിട്ടുള്ള ഞങ്ങൾക്ക് എന്തിനാണ് എന്നുള്ളൊരു ധാരണയാണ്. പലപ്പോഴും നമുക്ക് അവരുടെ അത്തരം ചിന്തകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വിഷമം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സന്യാസിമാരായിട്ടുള്ളവർക്ക് കുട്ടികളൊന്നുമില്ലല്ലോ. കുട്ടികൾ, ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ വികർമ്മണഃ ച ബോദ്ധവ്യം, ഗൃഹസ്ഥാശ്രമികൾക്ക് ഏറ്റവും ഈ പറഞ്ഞതെല്ലാം ഗൃഹസ്ഥനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മത്തെക്കുറിച്ചും വികർമ്മത്തെക്കുറിച്ചും. അകർമ്മം വേറെ. അപ്പോൾ പറയുന്നത് കുട്ടികളുടെ മുന്നിൽ, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ, ആരുടെയെങ്കിലുമൊക്കെ കുട്ടികളുടെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതിനെക്കുറിച്ച് എന്ത് ബോധ്യമുള്ളത്? നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി.
എല്ലാ വേണ്ടാധീനങ്ങളും അവരുടെ മുന്നിലാണ് ഇരുന്ന് ചെയ്യുന്നത്. ചിലരൊക്കെ ഉണ്ട്, ഒരു സിഗരറ്റ് പോലും വലിക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ചെയ്യില്ല. കുട്ടികളിങ്ങനെ എന്താ ഒരു മണം എന്നൊക്കെ ചോദിക്കും. കാരണം കുട്ടികളുടെ മുന്നിൽ അത് ചെയ്യാൻ, ഒരു കുട്ടി ഈ ലോകത്തിൽ നിന്നിങ്ങനെ അവൻ്റെ തുറന്നു വെച്ച് ഓണാക്കിയ ക്യാമറ പോലെയാണ്, എല്ലാം പതിയാണ്, എല്ലാം അവന് ചെയ്യാൻ അനായാസേന ചെയ്യാൻ സാധിക്കുന്നത് ഈ കാഴ്ചകളാണ്, പറയുന്ന വാക്കുകൾ, ഓരോ പൊതു ഇടങ്ങളിൽ കാണിക്കേണ്ടുന്ന മര്യാദകൾ. അപ്പം എന്ത് എവിടെ ചെയ്യണം, അത്തരം കാര്യങ്ങൾ വികർമ്മണഃ ബോദ്ധവ്യം, ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ. അകർമ്മണഃ കർമ്മമില്ലായ്മ, കർമ്മമേ ഇല്ല, അതിനെയും എന്താണ് ബോദ്ധവ്യം. കർമ്മണ അകർമ്മണ ഗതിഗഹന, കർമ്മത്തിൻ്റെയും കർമ്മമില്ലായ്മയുടെയും ഗതി ഗഹനമാണ്. എന്നിട്ടോ അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ടത്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. ഈ 4-ാം അധ്യായത്തിലെ ഈ 18-ാമത്തെ ശ്ലോകവും 18-ാം അധ്യായത്തിലെ ഈ പറയപ്പെട്ടിട്ടുള്ള 20-ാമത്തെ ശ്ലോകവും ജ്ഞാനികളുടെ വിപ്രാഹ ബഹുധാ വദന്തി ഏകം സത്. എങ്ങനെ ഇതുവർ രണ്ടുപേരും രണ്ട് പ്രകാരത്തിൽ പറയുന്നു, രണ്ട് പ്രകാരത്തിലാണ് പറയുന്നത്. സാങ്ക്യൻ എന്താ പറഞ്ഞത്? കപിലൻ ഈ വൈവിധ്യങ്ങളായിട്ടുള്ള വിശ്വത്തെ, വൈവിധ്യങ്ങൾ ഇരിക്കെ തന്നെ വൈവിധ്യങ്ങളൊക്കെ തന്നെ ഒടുങ്ങുന്ന അവ്യയമായ അതിനെ, മാറ്റമില്ലാത്ത അതിനെ യപശ്യതി ആര് കാണുന്നു. യപശ്യതി എന്നുള്ളതല്ല അവിടെ ചോദിക്കുന്നത്. അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഈക്ഷത്തെ, അവ്യയം ഈക്ഷത്തെ, ആരാണ് കാണുന്നത്? അങ്ങനെ തന്നെ. അപ്പം ഈ കാണൽ നമ്മുടെ ഈ നേത്രങ്ങളെ കൊണ്ട് കാണുന്നത് എന്താ? വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങളിലെ ഏകത്വത്തെ ദർശിക്കുന്നത് ഈ നേത്രമാണോ? അല്ല, ജ്ഞാനചക്ഷുസ് കൊണ്ടാണ് അവർ. ഇങ്ങനെ ജ്ഞാനചക്ഷുസ് കൊണ്ട് പലതും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നതും അങ്ങനത്തെ ഈ ജ്ഞാനചക്ഷുസ് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഓക്സിജനെ ആരും കണ്ടിട്ടൊന്നുമില്ല. പല വാതകങ്ങളെ, ഭൂമി കറങ്ങുന്നത് നമുക്ക് അനുഭവമൊന്നുമില്ല. ഭൂമി ഉരുണ്ടതാണെന്നും നമുക്ക് അനുഭവമില്ല. പലതുമുണ്ട്. അപ്പം ജ്ഞാനചക്ഷുസ് കൊണ്ട് തന്നെ, ബുദ്ധി കൊണ്ട്, ജ്ഞാനചക്ഷുസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കാണുന്നത്. അപ്പം എങ്ങനെയാണ് കപിലൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ആശയത്തെ വ്യത്യസ്തമായി ബഹുധാ വദന്തി വിപ്രാഹ എന്നുള്ളത്? അതാണ് ചോദ്യം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എന്താ പറയണത്? ഈ 4-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ കർമ്മണ്യ അകർമ്മയ പശ്യേത്. അപ്പോൾ കർമ്മണി എന്നിവിടെ പറയുമ്പോൾ എന്താണ്? വിഭക്തേഷു, കർമ്മമയമായ ചലനാത്മകങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള ഈ വൈവിധ്യങ്ങളിൽ. അപ്പോൾ അവിടെ വിഭക്തേഷു എന്നുപയോഗിച്ച കപിലൻ്റെ, ഇവിടെ വ്യാസർ എന്തുപയോഗിക്കണു? കർമ്മണി. കർമ്മണി എന്ന് പറഞ്ഞാൽ കർമ്മമയമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ എന്നാണ്. അതിൽ അകർമ്മണി യഹ പശ്യേത്. അപ്പം യഹ കർമ്മണി, ആരാണോ കർമ്മത്തിൽ, അകർമ്മ
അകർമ്മത്തെ കാണുന്നത്? കുറച്ചും കൂടിയാണ് ഇവിടെ സങ്കീർണമല്ല, കുറച്ചുകൂടെ ഗംഭീരമായിട്ടാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണല്ലോ അവിടേക്ക് എത്തുന്നത്. യഹ അകർമ്മണിച്ച കർമ്മച പശ്യേത്. അപ്പം കർമ്മത്തിൽ കർമ്മമില്ലായ്മയെ ആര് കാണുന്നു? കർമ്മമില്ലായ്മയിൽ കർമ്മത്തെ ആര് കാണുന്നു? അവൻ സമനുഷ്യേഷു, ആ മനുഷ്യൻ ബുദ്ധിമാൻ യുക്ത. ഈ ബുദ്ധിമാൻ യുക്ത എന്നുള്ളതാണ് അവിടെ എന്ത് പറഞ്ഞത്? സാത്വിക ജ്ഞാനം. അവനോ കൃഷ്ണ കർമ്മകൃത്, ഇനി എല്ലാ കർമ്മവും ചെയ്ത് കഴിഞ്ഞവനാണ്. അവനെവിടെ എന്താണ് പറയുന്നത്? സാത്വികം വിദ്ധി, അവനെ സാത്വിക ജ്ഞാനമായിട്ട് അറിഞ്ഞാലും. അപ്പം എന്താണ് ഈ കർമ്മമയമായ പ്രപഞ്ചത്തിൽ കർമ്മമില്ലായ്മ? ഈ അവ്യയമായ ബ്രഹ്മം. അപ്പോൾ ഈ എല്ലാ ചലനങ്ങളും നടക്കുമ്പം ചലിക്കാത്ത അതിൻ്റെ അധിഷ്ഠാനമുണ്ട്. അതെന്താണ്? അതിൽ ചലനമില്ല. അതാണ് ബ്രഹ്മം. ഇത് പല വിധത്തിൽ, ഇപ്പോൾ വസിഷ്ഠൻ പറയുന്ന ഇതേ കാര്യം വാസിഷ്ഠത്തിൽ ശ്രീരാമനോട് പറയും. രാമ, നീ അത് നോക്കൂ, അവിടെ നോക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മയിൽ അതിൻ്റെ മുഴുവൻ പീലി വിടർത്തി കഴിഞ്ഞിട്ട് നമുക്കതൊരു വലിയ എന്താ പറയുക, മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ മറ്റേ വീഡിയോയിലോ അതൊന്നും അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ കന്യാകുമാരിയൊക്കെ പോയാൽ തന്നെ കാണാം. അവിടെയൊക്കെ ധാരാളം മയിലുണ്ട്. പാലക്കാട്, തൃശ്ശൂർ. നമ്മുടെ ഇവിടെ ആശ്രമത്തിൽ ഒരിക്കൽ വന്നിരുന്നു 2 എണ്ണം. ഒരവിടെ മുറ്റത്തുനിന്ന് ഇങ്ങനെ താക്കിയിട്ടുണ്ട്. ഇത് വിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കഥകളിയുടെ നമ്മുടെ ഈ തുണി ആദ്യം കർട്ടൻ ഇട്ടിട്ടുണ്ടാവുമല്ലോ, എന്നിട്ട് ഇങ്ങനെ അത് താഴ്ത്തി അത് ഇങ്ങനെ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെയാണ് മൂപ്പരിതിങ്ങനെ വിരിക്കുന്നത് കാണണം. ഇത് വിരിഞ്ഞു കഴിഞ്ഞത് വേറെ ഒന്ന്, പിന്നെ അത് ഒതുക്കുന്നത് പറക്കുന്നതൊക്കെ ഒരു ഭയങ്കര കാഴ്ചയാണ്. അപ്പം അങ്ങനെ ഒരു മയിൽ അനേക വർണ്ണങ്ങളും വൈവിധ്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ കൊക്കും കാലും ശബ്ദവും ഒക്കെ ആയിട്ട് മൂപ്പരിങ്ങനെ അവിടെ കൃഷ്ണനാട്ടം പോലെ കളിക്കുകയാണ്. വസിഷ്ഠൻ രാമൻ്റെ ശ്രദ്ധയെ അവിടേക്ക് ക്ഷണിക്കുന്നു. രാമ, നീ അത് നോക്ക്. എന്നിട്ട് പിന്നെ രാമൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അതിൻ്റെ മയിലിൻ്റെ ഒരു മുട്ടയിലേക്കാണ്. അതിന് നിനക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടോന്ന്? അതിലുണ്ട്. അത് വിരിഞ്ഞിട്ടാണല്ലോ ഈ കോലത്തിലായത്. ഇത് 2 അസ്തിത്വങ്ങളാണ്. നമ്മളിത് ഏതാദ്യം ഉണ്ടായി എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ച വലിയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ജീവിതത്തിൽ അതായിരുന്നു. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രണ്ടും ഒരേ വസ്തുവിൻ്റെ 2 ഭാവങ്ങളാണ്. അതറിയുമ്പോൾ ഏത് ആദ്യം ഉണ്ടായി എന്നുള്ള ചോദ്യമൊന്നുമില്ല. എന്തായാലും ഒരു മുട്ടയിൽ നമുക്ക് അതിനെ കാണാം. ഇവിടെ അതുപോലെ പറയുന്നു, ഈ കർമ്മമയമായിട്ടുള്ള അനുസ്യൂതം നഹി കശ്ചിക്ഷണം അഭി ജാതുതിഷ്ഠത്യ കർമ്മകൃത് ആശയമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. കർമ്മമില്ലാത്ത ഒരു നിമിഷം ഒരിടത്തുമില്ല. അങ്ങനെ ഈ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ചലനാത്മകമായിട്ടുള്ള വൈവിധ്യത്തോടു കൂടിയിട്ടുള്ള ഈ വിശ്വത്തിൽ കർമ്മമില്ലായ്മയെ, അതേപോലെ കർമ്മമില്ലായ്മയിൽ ഈ അനന്തകോടി ബ്രഹ്മാണ്ഡ കടാഹങ്ങളുടെ എല്ലാ ചലനങ്ങളും ആര് കാണും? ഇതാണ് എന്ത് ജ്ഞാനികളുടെ കാഴ്ച. അടുത്ത ശ്ലോകം കൊണ്ട് അത് പറയാം. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിത ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തമാഹു പണ്ഡിതം പുതാഹ. യസ്യ, ആരുടെ? സർവേ സമാരംഭ കാമസങ്കല്പവർജിത,
എല്ലാ പ്രവൃത്തികളും കാമത്തെയും അവരുടെ ആഗ്രഹത്തെയും സങ്കല്പത്തെയും ഉപേക്ഷിച്ചിട്ടുള്ള ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം, അറിവാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിക്കപ്പെട്ട എല്ലാ കർമ്മങ്ങളെയും തംബുദാഹ, ജ്ഞാനികൾ, അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരെ പണ്ഡിതം ആഹു, ജ്ഞാനികൾ എന്ന് പറയപ്പെടും. അപ്പോൾ പണ്ഡിതൻ്റെ ലക്ഷണം ഇവിടെ പറയും. ആ പണ്ഡിതം ആഹു എന്നതാണ് ഇവിടെ നേരത്തെ കപിലൻ്റെ ദർശനം വഴി പറയുമ്പം എന്ത് പറയണത്? ഈ പറഞ്ഞ സാത്വികം ജ്ഞാനം. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗീതയിൽ തന്നെ, ഗീതയിൽ നിന്നുകൊണ്ട് ഒരേ ആശയത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഗീതയ്ക്ക് ശങ്കര ഭഗവത്പാദർ ഇത്രയേറെ പ്രാധാന്യം നൽകിയത്. സർവശാസ്ത്ര ധർമാർത്ഥ ശാസ്ത്ര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞത്. ഇതിൽ അവതരിപ്പിക്കാത്ത ദർശനങ്ങളില്ല. അതൊരു ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയാണ്. അപ്പോൾ സർവഭൂതേഷു യേനൈകം ഭാവമവ്യയം ഈക്ഷത്തെ അവിഭക്തം വിഭക്തേഷു യജ്ഞാനം വിദ്ധി സാത്വികം. അപ്പം ഇതിലേക്ക് വരുമ്പം നമ്മൾ ഈ പറയുന്ന ആധുനിക കാലത്ത് ഇത് പറയുമ്പം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിങ്ങളൊരു ഏതെങ്കിലും ഒരു ശബ്ദത്തെ, ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ആ ശബ്ദത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള അതിനൊരു നിയമമുണ്ട്. അതിൽ നിന്നുകൊണ്ട് അതിൻ്റെ റൂട്ട്, സംസ്കൃതത്തിലാണെങ്കിൽ ധാതു എന്ന് പറയും. ധാത്വർത്ഥം, ധാതുവിൻ്റെ അർത്ഥം. ഇപ്പം ഈശ്വരൻ, ഈട്ടെന്നുള്ളതാണ് ധാതു. ഭരണേ എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ ധാതുവിനോട് മറ്റു ചില പദങ്ങളും കൂടെ ചേർന്ന രൂപമാണ് ഈശ്വരൻ എന്നുള്ളത്. അതിൽ വരൻ എന്നുള്ള പ്രത്യേകം ചേരും. ഭരണശ്രേഷ്ഠൻ ശബ്ദാർത്ഥം. അപ്പോൾ അത് ഒരിക്കലും ഇളകാത്തതാണ്. അതുകൊണ്ടാണ് ഈ ധർമ്മശാസ്ത്രം പഠിക്കുമ്പോൾ ഈ സംസ്കൃതത്തിൽ ധാതുക്കളുടെ പഠനം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. കൃഞ്ഞ് ധാതുവിൽ നിന്നാണ് ഈ കർമ്മത്തിൻ്റെ കരണേ എന്നുള്ള ഇതൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. കൃഞ്ഞ്, അതാണ് ശങ്കര ഭഗവത്പാദർ അതിനെ വേറൊരു രൂപത്തിൽ പറയുന്നത്. നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. കാരണം നീ ഈ ധാതു ഇങ്ങനെ പഠിച്ചത് കൊണ്ട് മോനെ, അതും ഏത് ധാതു ആചാര്യസ്വാമികൾ അവിടെ ഉപയോഗിക്കുന്നത്, കൃഞ്ഞ് ഉപയോഗിക്കുന്നതിനും ഒരു ഒരു ഉദ്ദേശമുണ്ട്. ഒരുപാട് ധാതുക്കളുണ്ട്. നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ്, ആ ധാതുവിൻ്റെ പൂർണ്ണരൂപം കൃഞ്ഞ് എന്നല്ല, ഡുകൃഞ്ഞ് എന്നാണ്. അതിൻ്റെ അർത്ഥമാണ് കരണേ, ഡുകൃഞ്ഞ് കരണേ. അപ്പോൾ ഇവൻ പഠിക്കുന്നത് എന്താ? ഡുകൃഞ്ഞ് കരണേ, ഡുകൃഞ്ഞ് കരണേ. നമ്മൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് BAT ബാറ്റ്, BAT ബാറ്റ്, RAT റാറ്റ്, RAT റാറ്റ്, CAT കാറ്റ്, CAT കാറ്റ് എന്ന് പഠിക്കി ഗുണനപ്പട്ടികയൊക്കെ പണ്ട് അങ്ങനെ പഠിക്കുമല്ലോ. 2 2 ഈ 2 4 ഒരു ഈണത്തിൽ. അതേപോലെയാണ് ധാതു പഠിക്കുക. ഭൂസത്തായാം ഭൂസത്തായാം ഡുകൃഞ്ഞ് കരണേ, ഡുകൃഞ്ഞ് കരണേ. അപ്പോൾ ഈ ഡുകൃഞ്ഞ് കരണേ എന്ന് നീ ഇങ്ങനെ ഒരു വൃദ്ധൻ അത് ചൊല്ലുന്നതായിട്ടാണ് ആ ഒരു സങ്കല്പം. നഹി നഹി രക്ഷതി, നിന്നെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. എപ്പം? സംപ്രാപ്തേ സന്നിഹിതേ കാലേ, മരണം വന്നടുക്കുന്ന സമയത്ത്. മരണം വന്നടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ പ്രായമാകുക എന്നുള്ളതല്ല. മരണം എന്ന, മൃത്യു എന്ന ചോദ്യം തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താണ് മരണം?
എന്താണ് മരണം എന്നുള്ള ചോദ്യം? എന്താ മരണം എന്നുള്ള ചോദ്യം? ശരിക്കുള്ള ചോദ്യം എന്താണ്? എന്താണ് ഈ മാറ്റം? മാറ്റത്തിൻ്റെ നിദാനം എന്താണ്? എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണം? മാറ്റമാണ് മരണം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു രൂപത്തെ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ജനനം. ആ രൂപത്തെ കൈയൊഴിയുന്നതാണ് മരണം. ഈ രൂപം സ്വീകരിക്കുന്നതും രൂപം കൈയൊഴിയുന്നതിൻ്റെയും പിറകിലെ ആ അജണ്ട, ആ തത്വം, അതിൻ്റെ കാരണം അതെന്താണ് എന്ന് ഒരാളുടെ മനോബുദ്ധിയിലേക്ക് ചോദ്യരൂപത്തിൽ തന്നെ വരുമ്പോൾ എന്താണ്? മരണം സമീപിക്കുകയാണ്. അങ്ങനെ മരണം സമീപിക്കാത്ത ആരും തന്നെ ഇല്ല, എപ്പോഴും സമീപിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയുടെ ഒരു ഇല്ലായ്മയെക്കുറിച്ചല്ല. അത് ഇത് ഇരിക്കെ തന്നെ നല്ല ബോധ്യം വരണം. നമ്മളിൽ കാണുന്ന മാറ്റം എപ്പോഴൊക്കെ നമ്മൾ, അതാണ് ഭജഗോവി. ചിലത് നമുക്ക് കൃത്യമായി പിടികിട്ടിയിട്ടില്ലെങ്കിൽ കാര്യമൊന്നും പിടികിട്ടില്ലേ. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഓരോരോ ചിത്രങ്ങളായിട്ട് അതിൽ പറഞ്ഞത്. അംഗങ്ങളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം, ഇതെല്ലാം നമ്മളെ സമീപിച്ചിരിക്കുന്നതാണ്. അംഗങ്ങളിതം, നമ്മുടെ അംഗങ്ങളൊക്കെ പഴയതുപോലെയല്ല, ചുക്കിച്ചുളിയാൻ തുടങ്ങി. ഫലിതം മുണ്ടം, തല മുടി കൊഴിയാൻ തുടങ്ങി, നരയ്ക്കാൻ തുടങ്ങി. ദശനവിഹീനം, പല്ലുകളൊക്കെ കൊഴിയാൻ തുടങ്ങി. വൃദ്ധോയാതി, വൃദ്ധൻ അങ്ങനെ നടന്നു പോകുന്നു. ദണ്ഡം ഗൃഹീത്വ, വടി പിടിച്ച്, എന്താണ്? തതപി. ഇങ്ങനെയാണ്. അപ്പോൾ മൃത്യു അടുത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നിട്ടും മുഞ്ചതി ആശാപിണ്ഡം. മൂപ്പര് ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ആഗ്രഹത്തിൻ്റെ അടുത്തേക്ക്, ആഗ്രഹങ്ങൾക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുക, വീണ്ടും ജന്മത്തിനായിക്കൊണ്ട്. അപ്പം ഈ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും. അത് വേറെ ഏതെങ്കിലും ഒരാളുടെ മരണത്തിൽ മാത്രമല്ല, നമ്മളതിനെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. നമ്മളിൽ തന്നെ എത്ര മരണം ഉണ്ടായിക്കഴിഞ്ഞു. ബാല്യം മരിച്ചിട്ടാണ് ശൈശവത്തിലേക്ക് നമ്മൾ വരുന്നത്. ശൈശവത്തിൽ മരണത്തിനാണ് മരിച്ചു കഴിഞ്ഞിട്ടാണ് ബാല്യം വരുന്നത്. ബാല്യം മരിച്ചിട്ടാണ് യൗവനം ഉണ്ടാവുന്നത്. അതിൻ്റെ മരണത്തിൽ തന്നെയാണ് മധ്യാവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അതിൻ്റെ മരണത്തിൽ നിന്നാണ് വാർദ്ധക്യം ഉണ്ടാവുന്നത്, അതിൻ്റെയും മരണം. അപ്പോൾ ഇതിങ്ങനെ അനുസ്യൂതം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മാറുന്നതിൽ മാറാത്ത ഒരു തലം ഇവിടെ ഉണ്ടോ? അതാണ് സത്യാന്വേഷണം, അല്ലാതെ വേറെന്താ? ബാഹ്യലോകത്തെല്ലാം അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ എല്ലാം മാറ്റമില്ലാത്തത് എന്ത്? അതാണ് ഈ ചലനത്തിൽ ചലനമില്ലായ്മയെക്കുറിച്ചുള്ള ചിന്ത. ആ ചലനമില്ലായ്മയെ കണ്ടെത്തിയാൽ അതിൽ കാണുന്ന ഈ സകല ചലനങ്ങളും. രണ്ടാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗീതയും ഉപനിഷത്തും എത്രയോ സന്ദർഭങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നു ചാന്തോക്യം, ഈശാവാസ്യ ഉപനിഷത്തുകൾ പഠിക്കും. അർജുനന് ഒരു ചോദ്യം ചോദിക്കുന്നു. കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ, മനുഷ്യരെന്തുകൊണ്ട് അനിച്ചൻ അഭിവാർഷണയ ബലാധിപ നിയോജിത, ആരാണ് ഇവനെ കൊണ്ടിത് ചെയ്യിക്കുന്നത്? അപ്പം അർജുനൻ്റെ അവിടുത്തെ ചോദ്യം എന്താണ്? ഒരു ഭാഗത്തെയാണ് അർജുനൻ കാണുന്നത്. എന്താണ്? പാപകർമ്മങ്ങൾക്ക് കാരണമായി തീരുന്ന ഇതിനുള്ള ചോദന എവിടെ നിന്നാണ്? അത് കേനോപനിഷത്തിലേക്ക് വന്നപ്പോഴും ആ ഉപനിഷത്തിൻ്റെ പേര് തന്നെ കേനോപനിഷത്ത് എന്നാണ്. അപ്പോൾ അവിടുത്തെ ശിഷ്യൻ്റെ ചോദ്യം എന്താ? കേനേഷിതം പതതി പ്രേഷിതം മനഃ, കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത, കേനേഷിതാം വാചം ഇമാം വദന്തി, ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി.
അവിടെ പാപകർമ്മമല്ല, പുണ്യകർമ്മമല്ല. സകലതും ചിന്ത ചെയ്യുന്നത് എന്തുകൊണ്ട്, കാണുന്നത് എന്തുകൊണ്ട്, കേൾക്കുന്നത് എന്തുകൊണ്ട്, പ്രാണൻ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്, ആരാണ് ഇതിൻ്റെ പിറകിലെ ആള്? അപ്പം എന്തായി? ചോദ്യം കുറേയും കൂടെ ആഴത്തിലുള്ളതായി. അവിടെ ധർമാധർമ്മങ്ങളില്ല. നമ്മൾ തൊട്ട് മുമ്പുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചു, ന്യായം വാ ന്യായം വാ. ന്യായമാകട്ടെ അന്യായമാകട്ടെ, ആ കർമ്മങ്ങൾക്കൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള ശരീരം, അഹം കർത്ത എന്ന അഹങ്കാരം, മനസ്സ്, ബുദ്ധി, പ്രാണന്മാർ, ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധിഷ്ഠാനമായിക്കൊണ്ട് പുറത്ത് വർത്തിക്കുന്ന പഞ്ചമഹാഭൂതങ്ങൾ, പ്രകൃതി, ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറയുന്നത്. അപ്പോൾ ഒരേ സത്യത്തെ ആചാര്യന്മാർ വിപ്രാഹ ബഹുധാ വദന്തി എന്ന് പറയുന്നത് എന്തെങ്കിലും മണ്ടത്തരം പറയുന്നതല്ല. നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, പലരും ഈ മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ടിട്ട്. അതെന്താ പറയുന്നറിയോ? ഒരാൾ പറയൂ യേശു എന്ന് പറയും, ഒരാൾ അള്ളാഹ് എന്ന് പറയും, ഒരാൾ വേറൊന്ന് പറയും, ഒരാൾ വേറൊന്ന് പറയും. ഇതാണ് വിപ്രാഹ ബഹുധാ വദന്തി. ഇതിലും വലിയ ഭൂലോക മണ്ടത്തരം വേറെ ഉണ്ടോ? അല്ലടോ, ഇതാണ്. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.